ഡോക്ടർ ജി വി ഹരി ഇന്ന് ഒരു ആരോപണം ബി.ജെ.പി. ഉന്നയിച്ചിട്ടുണ്ട്. അതിന് അവർ ആയുധമാക്കുന്നതും ഇപ്പോൾ സഞ്ജയ് കുമാർ എന്ന വ്യക്തി അദ്ദേഹം ഞായറാഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞ് പറഞ്ഞ കാര്യമാണ്, ട്വിറ്ററിൽ പങ്കുവച്ചിരുന്ന കാര്യമാണ്. മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും വോട്ടർമാരുടെ എണ്ണത്തിലുണ്ടായ വലിയ അന്തരം, ഇത് വലിയ വ്യാജ വോട്ടുകളെ പറ്റിയാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. പക്ഷേ അതിന്ന് പിൻവലിച്ചിരിക്കുകയാണ്. അത് തെറ്റായ ഡേറ്റയായിരുന്നു, അത് പിൻവലിക്കുന്നുവെന്ന് CCDSന്റെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലിരിക്കുന്നയാളാണ്. അപ്പോൾ ഈ സഞ്ജയ് കുമാറിനെ പോലെയുള്ളവരുടെ ഡേറ്റകൾ കോൺഗ്രസ് ആയുധമാക്കിയിട്ടുണ്ട്. ഇവരുടെ ഡേറ്റകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തിയതും. അപ്പോൾ ഇത് നിങ്ങളെ പ്രതിരോധത്തിലാക്കുന്നു എന്നാണ്. കാരണം ഈ ഡേറ്റ തെറ്റാണ് എന്ന് ഇത് വെളിപ്പെടുത്തിയ ആൾ തന്നെ പറയുകയാണ്. മഹാരാഷ്ട്രയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന്. മഞ്ജുഷെ, 7-ാം തീയതി രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് നടത്തിയിട്ടുള്ള പത്രസമ്മേളനം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായി താങ്കൾക്ക് മനസ്സിലാവും. അതിനകത്ത് പങ്കെടുത്ത രാജ്യത്തെ മുഴുവൻ മാധ്യമങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതുവരെയും തെറ്റാണ് എന്ന് പറഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, ഇന്ത്യ ടുഡേ പോലുള്ള അതോടൊപ്പം തന്നെ രാജ്യത്തെ തന്നെ പ്രമുഖമായ പല മാധ്യമങ്ങളും അദ്ദേഹത്തിൻ്റെ ഈ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ അവിടെ പോയി ഗ്രൗണ്ട് റിയാലിറ്റി പരിശോധിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നത് യാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത് മഹാരാഷ്ട്രയിലെ ഒരു കേസ് മാത്രമാണ്. ഞങ്ങൾ ആ ഡേറ്റയെ എവിടത്തും ഞങ്ങൾ കാണിച്ചിട്ടില്ല. ഞങ്ങൾ കൃത്യമായി എവിടെ നിന്നാണ് ഈ ഡേറ്റ എടുത്തിട്ടുള്ളത്, എങ്ങനെയാണ് ഈ ഡേറ്റ ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുള്ളത്, 1,250,000 പേരെ അവിടെ ആ ബാംഗ്ലൂർ സെൻട്രലിലുള്ള അവിടുത്തെ ആ നിയമസഭാ മണ്ഡലത്തിനകത്ത് ചേർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ കാര്യത്തിനകത്ത്, അതുമാത്രമല്ല ഒരു ഇട്ടാവട്ട സ്ഥലത്ത് ഏകദേശം 10-80ഓളം ആളുകളെ ചേർത്തിരിക്കുന്നു എന്ന് പറഞ്ഞ കാര്യത്തിനകത്ത് ഒരു തെറ്റുമില്ല. അത് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഈ നിമിഷം വരെയും തെറ്റാണെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടില്ല, അതോടൊപ്പം തന്നെ മറ്റു മാധ്യമങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. അതേസമയം ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ് രാജ്യത്തിൻ്റെ ഒരു മന്ത്രി അനുരാഗ് ഠാക്കൂർ അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറഞ്ഞത് കേരളത്തിൽ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ആ കാര്യങ്ങൾ പരിശോധിക്കാൻ പോയിട്ടുള്ള മാധ്യമങ്ങൾ, നിങ്ങളടക്കമുള്ള കേരളത്തിലെ മാധ്യമങ്ങൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ് എന്ന് സമർത്ഥിക്കാനും ഇവിടെ നമ്മുടെ മുമ്പിൽ ഒരുപാട് ഡേറ്റകളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിലുള്ള ഡേറ്റകളുടെ ഒരു സമാഹരണമാണല്ലോ രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഇന്ന് വിശദീകരണം വന്നത് ഞങ്ങൾ പല സോഴ്സുകളിൽ നിന്ന് ഇങ്ങനെ ഡേറ്റ എടുത്തിട്ടുണ്ട് എന്നാണ്, സ്വന്തം ടീമിനെ വെച്ചിട്ടുണ്ട് എന്നൊക്കെയുമാണ്. പക്ഷേ സഞ്ജയ് കുമാറിന്റെ ഡേറ്റയെ വിലപ്പെട്ടതായിട്ട് കോൺഗ്രസ് കണ്ടിരുന്നു. അത് മാത്രമല്ല, മഹാരാഷ്ട്രയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞപ്പോൾ അതിനെ റീട്വീറ്റ് ചെയ്തതും കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. ഇലക്ഷൻ കമ്മീഷനെതിരെ ആയുധമാക്കിയതും കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. ഇന്ത്യ സഖ്യ നേതാക്കൾ എന്ന് തന്നെ പറയാം. പ്രതിപക്ഷ പാർട്ടികളിൽ ഉള്ള എല്ലാവരും എല്ലാ പാർട്ടികളിലും പെട്ടവർ അത് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. മഹാരാഷ്ട്രയിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവിടെ വലിയ അന്തരം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പും അതിന് 6 മാസത്തിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയും തമ്മിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വിജയം വ്യാജമായി ഉണ്ടാക്കിയെടുത്തു NDA എന്നുള്ളതാണല്ലോ. പക്ഷെ അത് തെറ്റാണ് എന്ന് ഈ സഞ്ജയ് കുമാർ തന്നെ ട്വീറ്റിൽ, ഞങ്ങൾ അത് വസ്തുതകൾക്കനുസരിച്ചല്ല ഡേറ്റ പുറത്തുവിട്ടത്, ഞങ്ങളുടെ പഠനത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തിന് മുന്നിൽ മാപ്പപേക്ഷിക്കുകയാണ് ഉണ്ടായത്. അതാണ് ഇതിന് പ്രശ്നമുണ്ടാകുന്നത്. കാരണം ഇത്തരം ഡേറ്റകൾ നിങ്ങൾ എടുത്തിട്ടുണ്ട്, ഈ ഡേറ്റകളാണ് നിങ്ങൾ പ്രചരിപ്പിച്ചത് എന്നുള്ള കാര്യം വളരെ ഗുരുതരമാണ്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ്. മഞ്ജുഷെ, ഇപ്പോൾ സഞ്ജയ് കുമാർ അദ്ദേഹം നടത്തിയിട്ടുള്ള ഡേറ്റ, അദ്ദേഹത്തിൻ്റെ സോഴ്സ് എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾ ഔദ്യോഗികമായി പത്രസമ്മേളനം നടത്തി രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞ ഡേറ്റയിൽ ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള മാറ്റവും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾക്ക് വളരെ കൃത്യമായി അതും ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടുള്ള ഡേറ്റയിൽ നിന്നിട്ടുള്ള അല്ലെങ്കിൽ ആ കാര്യങ്ങളിൽ നിന്നിട്ട് തന്നെയാണ് ഞങ്ങൾ അത്തരത്തിലൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്. അത് ഇതുവരെയും തെറ്റാണെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. 1. 2, ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ജനങ്ങളുടെ മുമ്പിലേക്ക് ഒരു കാര്യം മുന്നോട്ട് വച്ചിട്ടുണ്ട്. അത് തെറ്റാണ് എന്ന് ആരും പറയുന്നില്ല. അത് അന്വേഷിക്കേണ്ടത് ആരാണ്? ഞാൻ ചോദിക്കട്ടെ, പ്രതിപക്ഷം അതോടൊപ്പം തന്നെ ഭരണപക്ഷവും ഈ രാജ്യത്തുണ്ട്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ആരുടെ പക്ഷത്താണ്? ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് രാജ്യത്ത് നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട, ജനാധിപത്യം പുലർത്താൻ, ജനാധിപത്യം നടപ്പാക്കാൻ, ജനാധിപത്യം പുലരാൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനമാണല്ലോ. ആ ഒരു സംവിധാനം കൃത്യമായി പ്രവർത്തിക്കുന്നില്ല, അതിനകത്ത് ഒരുപാട് തെറ്റുകൾ കടന്നുകൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് സാധാരണക്കാരനായ ഒരു വ്യക്തിയല്ല. അദ്ദേഹം ആരാ പറഞ്ഞിരിക്കുന്നത് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. 2 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ നിന്ന് MP ആയി വിജയിച്ചു വന്നിട്ടുള്ള ആളാണ്. എത്രയോ വർഷക്കാലമായി MP ആയിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ പോലെ ഒരാൾ ഇത് പറഞ്ഞിട്ട്
കഴിഞ്ഞ ദിവസം ഇലക്ഷൻ കമ്മീഷൻ നടത്തിയിട്ടുള്ള പത്രസമ്മേളനം 1.5 മണിക്കൂർ നീണ്ടു നിന്ന ആ പത്രസമ്മേളനത്തിൽ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിന് അവർ കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ടോ? അതിന് പകരമായി അവരെന്താ പറഞ്ഞത്? നമ്മൾ കേട്ടത് പ്രതിപക്ഷ നേതാവ് മാപ്പ് പറയണം എന്നാണ് പറഞ്ഞത്. ഞാൻ പറയട്ടെ, തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചാൽ, ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു, നമ്മൾ ഒരു ചർച്ച നടത്തുന്നു, ആ ചർച്ചയിൽ ഒരു തെറ്റുണ്ട് എന്ന് മഞ്ജുഷ് ചൂണ്ടിക്കാണിച്ചാൽ അത് തിരുത്താനല്ലേ ഞാൻ ശ്രമിക്കേണ്ടത്? അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചൂണ്ടിക്കാണിച്ചാൽ അത് മഞ്ജുഷ് തിരുത്താനല്ലേ ശ്രമിക്കേണ്ടത്? അത്തരത്തിലൊരു തിരുത്തലിന് എന്തുകൊണ്ട് രാജ്യത്തിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകുന്നില്ല? ഞങ്ങൾ ചോദിക്കുന്നത് രണ്ടുപേരും, ഞങ്ങൾ പറഞ്ഞതും പ്രതിപക്ഷം പറഞ്ഞ കാര്യവും അതോടൊപ്പം ഇവിടെ നിൽക്കുന്നു, ഭരണപക്ഷം പറഞ്ഞ കാര്യം ഇവിടെ നിൽക്കുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അനുരാഗ് ഠാക്കൂർ എന്ന് പറയുന്ന മന്ത്രി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഒരുപാട് മണ്ഡലങ്ങളിൽ ഇത്തരത്തിൽ ആളെ ചേർത്തിരിക്കുന്നു എന്നാരാ പറഞ്ഞിരിക്കുന്നത്? ഭരണപക്ഷം പറഞ്ഞിരിക്കുന്നു. ആരാ ഇവിടെ ഒരുപാട് മണ്ഡലങ്ങളിൽ ഒരുപാട് ഇത്തരത്തിൽ ആളുകളെ കുട്ടിനിറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതാരാ? രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്. ഈ രണ്ടുപേരും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നിഷ്പക്ഷമായി ഈ കാര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ ഞങ്ങളിത് അന്വേഷിക്കട്ടെ, ഞങ്ങളിത് നോക്കട്ടെ, ഇതിനകത്ത് യാഥാർത്ഥ്യമുണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിക്കാം, പരിശോധിച്ച് യാഥാർത്ഥ്യമുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കാം എന്ന് പറയേണ്ടതല്ലേ? അതല്ലേ അതിൻ്റെ അകത്ത് ഒരു മര്യാദ എന്ന് പറയുന്നത്? ആ മര്യാദ കാണിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായിട്ടുള്ളത് മാത്രമല്ല, അദ്ദേഹം മുന്നോട്ട് വെച്ച ഡേറ്റ തെറ്റാണെന്ന് ഇലക്ഷൻ കമ്മീഷൻ അവരുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുമില്ല. അത് യാഥാർത്ഥ്യമാണ്, സത്യമാണെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അമിത് മാളവ്യ പറഞ്ഞിരിക്കുകയാണ്, ദ വെരി ഇൻസ്റ്റിറ്റ്യൂഷൻ ഹൂസ് ഡേറ്റ രാഹുൽ ഗാന്ധി ലീൻഡ് ഓൺ ടു ഡിഫെയിം ദ വോട്ടേഴ്സ് ഓഫ് മഹാരാഷ്ട്ര ഹാസ് നൗ അഡ്മിറ്റഡ് ദാറ്റ് ഇറ്റ്സ് ഫിഗേഴ്സ് വെയർ റോങ് നോട്ട് ജസ്റ്റ് ഓൺ മഹാരാഷ്ട്ര ബട്ട് ഈവൻ ഓൺ SIR എന്നുള്ളതാണ്. അതിന് കാരണമായിട്ട് പറയുന്നത് ഈ ട്വീറ്റാണ്. അതിനകത്ത് കൃത്യമായിട്ട് സഞ്ജയ് കുമാർ അന്ന് പറഞ്ഞത് സം ഇൻഫർമേഷൻ ഓഫ് മഹാരാഷ്ട്ര ഇലക്ഷൻ AC നമ്പർ 59 റാംടെക്, അവിടെ നമ്പർ ഓഫ് വോട്ടേഴ്സ് 2024 ഇത്രയായിരുന്നു, അസംബ്ലി ഇലക്ഷനിൽ ഇത്രയായിരുന്നു, ഡിക്രീസ്ഡ് വോട്ടേഴ്സിന്റെ നമ്പർ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടിടത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇന്ന് അദ്ദേഹം പറയുകയാണ് ഇതേ ഡേറ്റ നിങ്ങൾ ആശ്രയിച്ചിരുന്നു സഞ്ജയ് കുമാറിന്റെ. ഐ സിൻസിയർലി അപ്പോളജൈസ് ഫോർ ദ ട്വീറ്റ്സ് പോസ്റ്റഡ് റിഗാർഡിംഗ് മഹാരാഷ്ട്ര ഇലക്ഷൻസ്. Error occurred while comparing data of 2024 LS and 2024 AS. The data is raw was misread by our data team. എന്തൊരു ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത മുഴുവൻ ചോദ്യം ചെയ്തുകൊണ്ട് ലോകം മുഴുവൻ ഇത് പ്രചരിപ്പിച്ചിട്ട് ഇത് കോൺഗ്രസ് ഏറ്റെടുത്തിട്ട് ഒരു സുപ്രഭാതത്തിൽ പറയുകയാണ് ഈ ഡേറ്റ തെറ്റാണ് എന്ന്. ഞാൻ ഒറ്റ സെന്റൻസ് പറയുകയാണ്, ഐ ഹാഡ് നോ ഇന്റൻഷൻ ഓഫ് ഡിസ്പേഴ്സിംഗ് എനി ഫോം ഓഫ് മിസ് ഇൻഫർമേഷൻ എന്ന്. ഇതെന്ത് പറഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത മുഴുവൻ ചോദ്യം ചെയ്തുകൊണ്ട് സഞ്ജയ് കുമാർ പറഞ്ഞിരിക്കുന്നത്? ഇതേ സഞ്ജയ് കുമാറിനെ ന്യായീകരിക്കാനോ സഞ്ജയ് കുമാറിന്റെ ഡേറ്റ ശരിയാണോ എന്ന് ഞങ്ങൾ കാലത്ത് പറഞ്ഞത്. സഞ്ജയ് കുമാറിനെ പോലെ ഒരാൾ പഠനം നടത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. അതെ, തീർച്ചയായിട്ടും അവർ പറയുന്ന ഒരു കാര്യം അവരും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് തെറ്റുള്ളത്. അവരിപ്പോൾ പറയുന്നു അവരുടെ ഡേറ്റ തെറ്റാണ്. പക്ഷേ ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളും തെറ്റാണെന്ന്. ഞങ്ങൾ പറയുന്ന കാര്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ഞങ്ങൾ എന്താണെന്ന് പറഞ്ഞത് 5 മണിക്ക് ശേഷം വലിയ ഒരു തള്ളിച്ച ഉണ്ടാകുന്നു വോട്ടർമാരുടെ മഹാരാഷ്ട്രയിൽ. അത് മാത്രമല്ല, 4 മാസങ്ങൾക്ക് മുമ്പ് അവിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തിലേക്ക് അധികാരത്തിൽ വന്നിട്ട് അത് കഴിഞ്ഞ് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വലിയ മാർജിന് പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ള കാര്യമൊക്കെ അവിടെ യാഥാർത്ഥ്യമായി തന്നെ നിൽക്കുകയല്ലേ? സഞ്ജയ് കുമാർ അദ്ദേഹത്തിന്റെ ഡേറ്റ തെറ്റാണെന്ന് പറഞ്ഞതുകൊണ്ട് അത് മുഴുവൻ കോൺഗ്രസ് പറഞ്ഞതെല്ലാം തെറ്റാണെന്ന് ഞങ്ങൾ പറയാൻ തയ്യാറല്ല.